90 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഗ്രാമത്തിലെ മുഴുവൻ ആളുകളെയും കാണാതായി. വാനിഷിംഗ് വില്ലേജ് ഇൻ കാനഡ. ചില കൂട്ടുകാർ ഇത് കേട്ടിട്ടുണ്ടാകും. കേട്ടിട്ടില്ലാത്ത കൂട്ടുകാർ ഈ അത്ഭുതപ്പെടുത്തുന്ന സ്റ്റോറി കേൾക്കാനായി ഒപ്പം വായോ. 1930 നവംബർ മാസം വടക്കൻ കാനഡയിൽ അംഗികുനി എന്ന തടാകത്തിൻ്റെ കരയിൽ ഇൻയൂട്ട് ഗ്രാമം. ശരത്കാലത്തിൻ്റെ അവസാനം ഐസ് നിറഞ്ഞിരിക്കുന്നു. ഒരു കൂട്ടം എസ്കിമോകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. മഞ്ഞ് പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരെയാണ് എസ്കിമോകൾ എന്ന് വിളിക്കുന്നതെന്ന് കൂട്ടുകാർക്കറിയാം. ജോ ലെബല്ലെ എന്ന ഒരാൾ ഈ ഗ്രാമത്തിലേക്ക് വന്നു. ഇദ്ദേഹത്തിൻ്റെ ജോലി മൃഗങ്ങളെ വേട്ടയാടി പിടിച്ച് അവയുടെ തോലുപയോഗിച്ച് വസ്ത്രങ്ങളുണ്ടാക്കി വിൽപ്പനയായിരുന്നു. മഞ്ഞു പ്രദേശങ്ങളിലെല്ലാം അത്തരം വസ്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഇദ്ദേഹം ഈ ഗ്രാമത്തിൽ മുമ്പും പലതവണ കച്ചവടത്തിനായി വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ആ ഗ്രാമത്തിലുള്ളവരെ എല്ലാം നല്ല പരിചയമുണ്ടായിരുന്നു. മറ്റ് സ്ഥലങ്ങളിൽ കച്ചവടം കഴിഞ്ഞ് ഏറെ വൈകിയതുകൊണ്ട് ലാബല്ലെ അന്നത്തെ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാനായി ആ ദിവസം അദ്ദേഹം ആ ഗ്രാമത്തിൽ താമസിക്കാമെന്ന് ചിന്തിച്ച് ഗ്രാമത്തിലേക്ക് കയറി. ഗ്രാമത്തിലേക്കുള്ള വഴിയിലെത്തുമ്പോഴേക്കും ആ ഗ്രാമത്തിലെ തൻ്റെ സുഹൃത്തുക്കളെ ലാബല്ലെ അഭിവാദ്യം ചെയ്യുന്നതും തിരികെ സുഹൃത്തുക്കൾ അഭിവാദ്യം ചെയ്യുന്നതും പതിവായിരുന്നു. അതുപോലെ ആ ദിവസവും അഭിവാദ്യം ചെയ്തു. പക്ഷെ തിരികെ ആരും പ്രതികരിച്ചില്ല. ഗ്രാമത്തിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് ലാബല്ലേക്ക് തോന്നി. അദ്ദേഹത്തിൻ്റെ ഷൂസിൻ്റെ ശബ്ദമല്ലാണ്ട് മറ്റ് ശബ്ദങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു. മറ്റ് ശബ്ദങ്ങളൊന്നും കേട്ടില്ല. ആ പ്രദേശം കുറച്ച് നാൾ കൊണ്ട് മനുഷ്യവാസം ഇല്ലാത്തതുപോലെ അദ്ദേഹത്തിന് തോന്നി. പെട്ടെന്ന് 2 നായ്ക്കൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു. പട്ടിണി കിടന്ന് എല്ലും തോലുമായിരിക്കുന്നു ആ നായ്ക്കൾ. ഒരു മനുഷ്യനെയും മറ്റ് വളർത്തു മൃഗങ്ങളെയും അവിടെ കണ്ടില്ല. അവിടെ ആകെ നിശബ്ദതയായിരുന്നു. ആ ഗ്രാമത്തിൽ ടെൻറ്റുകളിലായി ആകെ 40ഓളം ആളുകൾ ഉണ്ടായിരുന്നു. ലാബല്ലേക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു. ലാബല്ലെ ആദ്യം കണ്ട ടെൻറ്റിൽ കയറി പരിശോധിച്ചു. അതിനുള്ളിൽ മൃതദേഹങ്ങൾ ഉണ്ടാകുമെന്നാണ് കരുതിയത്. പക്ഷേ ടെൻറ്റിനുള്ളിൽ വീട്ടുപകരണങ്ങളും മറ്റു സാധനങ്ങളും അല്ലാതെ മനുഷ്യരെ ഒന്നും കണ്ടില്ല. ടെൻറ്റിനുള്ളിൽ പാചകത്തിന് തയ്യാറാക്കിയ രീതിയിൽ മത്സ്യത്തിൻ്റെയും മാംസത്തിൻ്റെയും അവശിഷ്ടങ്ങളുണ്ടായിരുന്നു. ആഹാരം ഉണ്ടാക്കാനായി അടുപ്പിൽ വെച്ച പാത്രങ്ങൾ അതുപോലെ അടുപ്പിൽ തന്നെ ഇരിക്കുന്നു. തോക്കുകളും ആ ടെൻറ്റുകൾക്കുള്ളിൽ കാണാമായിരുന്നു. ഗ്രാമവാസികൾ പുറത്തു പോകുമ്പോൾ നിർബന്ധമായും തോക്ക് കൊണ്ടുപോകണമെന്നായിരുന്നു. പക്ഷേ അവയെല്ലാം ആ ടെൻറ്റിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ലാബല്ലെ എല്ലാ ടെൻറ്റുകളിലും കയറി പരിശോധിച്ചു. എല്ലായിടത്തും ഒരേ അവസ്ഥയായിരുന്നു. മാസങ്ങളായി ഈ ഗ്രാമത്തിൽ ആൾ താമസം ഇല്ല എന്ന് ലാബല്ലയ്ക്ക് മനസ്സിലായി. ഒരു ടെൻറ്റിൽ ഒരു കുട്ടി തുണി തുന്നിക്കൊണ്ടിരുന്നതായി മനസ്സിലാകും. തുണി തുന്നി പകുതിയായ രീതിയിൽ നൂലും സൂചിയും ആ തുണിയിൽ തന്നെ കാണപ്പെട്ടു. പാതി പാകം ചെയ്ത ഭക്ഷണവും ഉണ്ടായിരുന്നു അവിടെ. ടൊർണാക്ക് എന്ന ദുരാത്മാവിനെക്കുറിച്ച് ആ ഗ്രാമവാസികൾ പറയുന്നത് ലാബല്ലെ കേട്ടിട്ടുണ്ട്. അത് സത്യമായിരിക്കുമോ എന്ന് ലാബല്ലെ ഭയപ്പെട്ടു. ലാബല്ലെ തൻ്റെ കച്ചവടം കഴിഞ്ഞ് വളരെ വൈകിയാണ് ആ ഗ്രാമത്തിൽ അന്ന് എത്തിച്ചേർന്നത്. അതുകൊണ്ട് അന്നേ ദിവസം തിരിച്ചു പോകാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല. ആ ഗ്രാമത്തിനരികെയുള്ള തടാകത്തിൽ നിന്ന് കുറച്ച് മീൻ പിടിച്ച് ആ നായ്ക്കൾക്ക് ഇട്ടുകൊടുത്തു. ആ സമയത്ത് മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം കണ്ടു. കുറേ ചത്ത നായ്ക്കളെ കൂട്ടിയിട്ടിരിക്കുന്നു. അതിനടുത്ത് തന്നെ ഒരു ശവകുടീരം തോണ്ടിയതായും കാണാം. അതിനുള്ളിലെ അസ്ഥികൂടം കാണാനില്ല. ഭയന്നിട്ടാണെങ്കിലും അയാൾ ഒരു ദിവസം ആ ഗ്രാമത്തിൽ കഴിഞ്ഞു. പിറ്റേ ദിവസം അദ്ദേഹം പോലീസിനെ അറിയിക്കുകയും പോലീസ് എത്തി എല്ലാ ടെൻറ്റുകളും പരിശോധിക്കുകയും ചെയ്തു. അവിടെ മുഴുവൻ വിശദമായി പരിശോധിച്ചിട്ടും ഒരു തെളിവും കിട്ടിയില്ല. ഒരു ബലപ്രയോഗത്തിൻ്റെയോ കൊലപാതകങ്ങളുടെയോ ഒരു തെളിവും പോലീസിന് കിട്ടിയില്ല. കൂട്ടപലായനമാണെന്നുള്ള ഒരു തെളിവും ലഭിച്ചില്ല. കാരണം അവരുടെ സ്വത്തുക്കളെല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവിടെ അവർ അവരുടെ ജോലികളിൽ ഏർപ്പെട്ടിരുന്നതായും മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. പോലീസുകാർക്ക് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആത്മഹത്യയായിരിക്കുമോ എന്ന് പോലീസ് അവസാനം സംശയിച്ചു. അതുകൊണ്ട് സംശയം തോന്നിയ എല്ലാ സ്ഥലവും കുഴിച്ച് പരിശോധിച്ചു.
സംശയം തോന്നിയ ആ ഗ്രാമത്തിലെ പ്രദേശങ്ങളെല്ലാം പോലീസ് കുഴിച്ച് പരിശോധിച്ചു. വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരുന്നു കണ്ടത്. അവിടെ താമസിച്ചിരുന്നവരുടെ മൃതദേഹങ്ങൾ ഒന്നും കിട്ടിയില്ല എന്ന് മാത്രമല്ല, അവിടുത്തെ പൂർവികരുടെ ശവക്കല്ലറകളിൽ ഉണ്ടായിരുന്ന മൃതദേഹങ്ങൾ ഒന്നും കാണുവാനില്ല. 90 വർഷമായിട്ടും ആ ഗ്രാമത്തിലുള്ളവരെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. അവർ എവിടെ പോയെന്നോ ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ എന്നോ ഒന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. പലതരത്തിലുള്ള കഥകളും ഇവരുടെ അപ്രത്യക്ഷമാകലിൽ പ്രചരിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് UFOയുമായി ബന്ധപ്പെട്ടതാണ്. അതായത് അന്യഗ്രഹ ജീവികൾ കടത്തിക്കൊണ്ടുപോയി എന്നാണ്. അന്യഗ്രഹ ജീവികൾ ഉണ്ടോ എന്ന് ഇതുവരെ ശാസ്ത്രത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അന്യഗ്രഹ ജീവികളാണ് കടത്തിക്കൊണ്ടുപോയതെന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയില്ല. എന്തായാലും ചുരുളഴിയാത്ത രഹസ്യമായി ഇന്നും തുടരുന്നു. കൂട്ടുകാർ വീഡിയോയിൽ കറണ്ടടിച്ച് ചത്തുപോയ ഒരു പാവം വവ്വാലിനെയും അതിൻ്റെ ചിറകിനടിയിൽ ഇരിക്കുന്ന തൻ്റെ അമ്മയെ ഉണർത്താൻ നോക്കുന്ന കുഞ്ഞു വവ്വാലിനെയും കണ്ടല്ലോ. ഇന്ത്യ ജനാധിപത്യ ഭരണത്തിൽ നിന്ന് പുറകിലോട്ട് സഞ്ചരിച്ച് രാജകീയ ഭരണത്തിലൂടെയും ഏകാധിപത്യ ഭരണത്തിലൂടെയും ഒക്കെ സഞ്ചരിക്കുന്നതിനാൽ അവിടെയും ഇവിടെയുമൊക്കെ തൂണുകൾ ഊന്നി കമ്പി കെട്ടി ഏറ്റവും അപകടമുള്ള കറണ്ട് കമ്പിയിലൂടെ കടത്തിവിടുന്നതിനാൽ എത്രയെത്ര മനുഷ്യന്മാരും പക്ഷികളും വവ്വാലുകളുമാണ് നഷ്ടപ്പെടുന്നത്, അവരുടെ ജീവനാണ് നഷ്ടപ്പെടുന്നത്. പക്ഷികളുടെ വംശനാശത്തിനുള്ള കാരണങ്ങളിൽ ഒന്നാണിത്. വികസിത രാജ്യങ്ങൾ എല്ലാവിധ സുരക്ഷയോടും കൂടെ മണ്ണിനടിയിലൂടെയാണ് വൈദ്യുതി കൊടുക്കുന്നത്. അതാണ് വികസനവും വികസിതവും തമ്മിലുള്ള വ്യത്യാസം. നല്ലൊരു പാർട്ടി ഇന്ത്യയിൽ ഇല്ലാത്തത് കൊണ്ട് ആർക്കെങ്കിലും ജനങ്ങൾ വോട്ട് കുത്തുന്നു. അവർ അവരുടെ കുടുംബങ്ങളും സ്വന്തം പള്ളയും അധികാരങ്ങളും തുടർ ഭരണവും സുഖലോലുപതകളും വികസിപ്പിക്കുന്നു. ആ വികസിപ്പിക്കുന്ന തത്രപ്പാടിൽ രാജ്യവികസനത്തെക്കുറിച്ച് ഓർമ്മിക്കാൻ പോലും അവർക്ക് സമയമുണ്ടാവില്ല അല്ലേ? അതൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല ഇനി. അപ്പോൾ കൂട്ടുകാരെ, ഈ വാനിഷിംഗ് വില്ലേജ് ഇൻ കാനഡ എന്ന സംഭവം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് കൂട്ടുകാർക്ക് അതിൻ്റെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് വാനിഷിംഗ് വില്ലേജ് ഇൻ കാനഡ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്കവിടെ ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങൾ അറിയാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ കൂട്ടുകാരെ. മുമ്പ് ബാലരമയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ത്രില്ലടിച്ച് വായിച്ചിരുന്നത് മായാവിയോ ജമ്പനോ തുമ്പനോ അല്ല ചുരുളഴിയാത്ത രഹസ്യങ്ങൾ എന്ന ഒരു പംക്തി ഉണ്ടായിരുന്നു. കൂട്ടുകാർക്ക് വായിച്ചിട്ടുള്ളവർക്ക് അറിയാം. ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല. ഇപ്പോഴത്തെ ബാലരമയിൽ ഉണ്ടോ, ഇപ്പോഴത്തെ എഡിഷനിലുണ്ടോയെന്ന് അറിയില്ല. ഇപ്പോൾ കുറച്ച് വർഷമായിട്ടുള്ള എനിക്ക് കാര്യം അറിയില്ല കേട്ടോ. മുമ്പ് ഉള്ള കാര്യമാണ് പറയുന്നത്. അപ്പം ഞാൻ അതുകൊണ്ട് എനിക്ക് ഇത്തരം കഥകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു സംഭവം ഞാൻ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടമായ കൂട്ടുകാർ ഒന്ന് ഇതിനെക്കുറിച്ചൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായോ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൂട്ടുകാർക്ക് മറ്റെന്തെങ്കിലുമൊക്കെ അറിയാമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. മറ്റുള്ള കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുകയും പിന്നെ ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യണം. നിങ്ങളുടെ ലൈക്കും കമൻറ്റുമാണ് എൻ്റെ സന്തോഷം. അപ്പോൾ ഞാൻ ഇപ്പോഴും കിടപ്പിൽ തന്നെയാണ്. ഇരിക്കൽ നിർത്തിയിട്ട് 2-3 ആഴ്ചയായി. അപ്പോൾ ഇനിയും ഒരു മാസമൊക്കെ നീണ്ടുപോകും തോന്നുന്നു. എങ്കിലും നല്ല മാറ്റമുണ്ട്. പ്രശ്നങ്ങൾ പകുതിയോളം സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ എന്നാലും അത് പൂർണ്ണമായിട്ട് മാറുന്നത് വരെ കിടന്നില്ലെങ്കിൽ ആ പ്രശ്നം വീണ്ടും അങ്ങ് നീണ്ടുപോകും മാറാതെ. അപ്പോൾ അതുകൊണ്ട് അത് പൂർണ്ണമായും മാറിയിട്ട് ഇരുന്ന് കൂട്ടുകാരോട് സംസാരിച്ച് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തുടക്കത്തിൽ ഞാൻ ഇരിക്കുന്ന വീഡിയോ കണ്ടത് ഞാൻ 2-3 ആഴ്ചയ്ക്ക് മുമ്പായിട്ട് ഇങ്ങനെ ഇരുന്ന് അതിന് ശേഷം ഈ കിടക്കുമ്പോഴത്തേക്ക് കുറച്ച് വീഡിയോ ഇടയ്ക്കൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഇരുന്ന് മിണ്ടാതെ ഇരുന്ന് ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന വീഡിയോ ഇങ്ങനെ ചെയ്തിട്ടതാണ്. അപ്പോൾ ഓക്കെ കൂട്ടുകാരെ, പിന്നെ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഞാനും ശാരീരിക സ്ഥിതി ഭേദമാക്കാനുള്ള പരിശ്രമത്തിലാണ്. അപ്പോൾ ഒപ്പമുള്ള എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്.